എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പാണ്ഡവരും പാഞ്ചാലിയും മാന്തോലുടുത്തുകൊണ്ട് വനത്തിലേക്ക് യാത്രയായി. ഈ സന്ദർഭത്തിൽ ധൃതരാഷ്ട്രരാകെ പരിഭ്രമത്തോടു കൂടിയിരുന്നു. അദ്ദേഹം വളരെ വലിയ മനസ്താപത്തോടു കൂടിയിരുന്നു. അദ്ദേഹത്തിന് അറിയാം, പാണ്ഡവന്മാർ മഹാരഥന്മാരാണ്, മിടുക്കന്മാരാണ്. തൻ്റെ മകന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പാണ്ഡവരുടെ കൈകളാൽ ഈ കുരുവംശം നശിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വൈഷമ്യത്തോടു കൂടി വിതുരരോട് ചോദിച്ചു, വിതുരരെ, പാണ്ഡവർ വനത്തിലേക്ക് യാത്രയായല്ലോ, എന്താണ് അവരുടെ ഭാവം? അവരുടെ മുഖഭാവത്തിൽ നിന്ന് എന്താണ് നീ മനസ്സിലാക്കിയത്? അനുജ പറഞ്ഞാലുവെന്ന്. അപ്പൊ വിതുരർ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ വാക്കനുസരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പാണ്ഡവരെ കള്ളച്ചൂതിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ കള്ളച്ചൂതിൽ തോൽപ്പിച്ചതാണെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ സാധാരണക്കാര് പോലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അവരെ അങ്ങനെ തോൽപ്പിച്ചു വിട്ടത് നമ്മുടെ കുരുവംശത്തിന്റെ നാശത്തിനെ വഴിതെളിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അവരെ തിരിച്ചു വിളിക്കൂ എന്ന് പറയും. അപ്പൊ വിതുരരുടെ ആ അഭിപ്രായത്തോട് ധൃതരാഷ്ട്രൻ യോജിക്കുകയാണ് ചെയ്തത്. അദ്ദേഹവും പറഞ്ഞു, ശരി വിതുരരെ, എങ്ങനെയെങ്കിലും അവരെ തിരിച്ചു വിളിക്കാം. അപ്പോഴാണ് സഞ്ജയൻ വന്നത്. സഞ്ജയൻ പറഞ്ഞു, ഒരിക്കലും അവരിനി തിരിച്ചു വരാൻ പോകുന്നില്ല. അവര് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് വളരെ വീരന്മാരും ശക്തന്മാരുമായി തിരിച്ചു വരും. ആ വരവ് കൊണ്ട് ദുര്യോധനാദികളുടെ എല്ലാം നാശം തന്നെ സംഭവിക്കും. അങ്ങയുടെ 100 പുത്രന്മാരും മരിക്കും, ആരും രക്ഷപ്പെടുകയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ വനത്തിലേക്ക് യാത്ര ചെയ്ത് തിരിച്ച പാണ്ഡവരും പാഞ്ചാലിയും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. പാഞ്ചാലി പറയുന്നു, എന്നെ ആ സഭയിൽ വെച്ച് ഇത്രയും അധിക്ഷേപിക്കുകയും എൻ്റെ മുടി അഴിച്ചിടുകയും എന്നെ ഒറ്റ വസ്ത്രത്താൽ വലിച്ചിഴക്കുകയും ചെയ്ത ഈ ദുഷ്ടന്മാരുടെ കുടുംബിനികൾ ഭാര്യമാർക്ക് 14 വർഷത്തിന് ശേഷം വിധവകളായി തീരും എന്ന് തന്നെ പാഞ്ചാലിയും ശപിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കൂടെ ധാരാളം ബ്രാഹ്മണർ, അല്ലയോ മഹാരാജാവേ യുധിഷ്ഠിര, അങ്ങയോടൊപ്പം ഞങ്ങളും വരുന്നു, ഞങ്ങള് അങ്ങ് സംരക്ഷിച്ചാൽ മതി. ഈ ദുഷ്ടന്മാരായ ദുര്യോധനാദികളുടെ കൂടെ കഴിയാൻ ഒരിക്കലും ഞങ്ങൾക്ക് താല്പര്യമില്ല. അവര് ഭരണം നടത്തുന്ന രാജ്യത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങയുടെ കൂടെ തന്നെ ഞങ്ങളും വരുന്നു, ഞങ്ങളെയും അങ്ങ് വനത്തിലേക്ക് പോകുന്നിടത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. അല്ലാന്ന് നിവർത്തിയില്ല. അദ്ദേഹം രാജാവാണ്, ചക്രവർത്തിയായിട്ട് യജ്ഞവും യാഗവും എല്ലാം നടത്തിയ ആളാണ്. അപ്പൊ അദ്ദേഹവും അവരുടെ കൂടെ അവരോട് അനുയാത്ര ചെയ്തു കൊള്ളാൻ പറഞ്ഞു. പക്ഷേ വനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ അനുയാത്ര ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവർക്ക് ആഹാരം കഴിക്കാതെ അവർക്ക് വിശന്ന് വലഞ്ഞ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമോ? അതിനെന്താണ് ഒരു പോംവഴി എന്ന് യുധിഷ്ഠിരൻ ആലോചിക്കുന്നു. ഈ സമയത്ത് ശൗനക മഹർഷി യുധിഷ്ഠിരനെ കാണുന്നു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, വേദ പരംഗതരായ ബ്രാഹ്മണർ എന്നോടൊപ്പം ഉണ്ട്. അവർക്ക് അന്നം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതിനെന്താണ് ഒരു വഴി? ഞാൻ വിചാരിച്ചിട്ട് ഇത്രയും ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ ഈ വനത്തിൽ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ശൗനകൻ പറഞ്ഞു, നീ വ്രതനിഷ്ഠയോടെ എല്ലാ ദിവസവും പുലർകാലത്തിൽ സ്നാനം ചെയ്ത് സൂര്യനെ ഉപാസിക്കുക. അദ്ദേഹമാണ് ഈ ലോകത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. അദ്ദേഹത്തെ ഉപാസിച്ചാൽ നിനക്കതിന് അദ്ദേഹം നല്ല ഒരു വഴി പറഞ്ഞു തരും. അതനുസരിച്ച് യുധിഷ്ഠിരൻ ദിവസവും രാവിലെ സ്നാനം കഴിഞ്ഞ് ഭഗവാനെ ഉപാസിക്കുന്നു. അങ്ങനെ ഒരു നാൾ സൂര്യഭഗവാൻ യുധിഷ്ഠിരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ പറഞ്ഞു, അല്ലയോ സൂര്യഭഗവാനെ, എന്നോടൊപ്പം ധാരാളം ബ്രാഹ്മണർ അനുഗമിക്കുന്നുണ്ട്. അവർക്ക് സമയാസമയത്തിന് അന്നം കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ ഈ വനത്തിൽ ഒരു വഴിയില്ല. അതിനങ്ങ് എന്നെ സഹായിക്കണം. ആ സമയം സൂര്യഭഗവാൻ അദ്ദേഹത്തിന് ഒരു ചെമ്പു പാത്രം കൊടുക്കുന്നു. ഈ ചെമ്പു പാത്രം കൊടുത്തിട്ട് പറയും,
ഈ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഈ ചെമ്പുപാത്രത്തിൽ ഉണ്ടാകും. അവസാനം ദ്രൗപദി ഭക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പാത്രത്തിലെ അന്നം തീരുകയുള്ളൂ. അതനുസരിച്ച് യുധിഷ്ഠിരന് കൊടുത്ത ചെമ്പുപാത്രം യുധിഷ്ഠിരൻ ദ്രൗപദിക്ക് കൈമാറുന്നു. ദ്രൗപദി അതിനകത്ത് ഭക്ഷണം എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിൽ നിറയെ ഭക്ഷണം വരും. അങ്ങനെ ബ്രാഹ്മണരെ എല്ലാം ഊട്ടും. ബ്രാഹ്മണരെ എല്ലാം ഊട്ടി യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരെയും ഊട്ടി അതിനുശേഷം കുറച്ച് ഭക്ഷണം യുധിഷ്ഠിരൻ കഴിക്കും. അതിനുശേഷം പാഞ്ചാലിയും ഭക്ഷണം കഴിക്കും. പാഞ്ചാലി ഭക്ഷണം കഴിച്ച് കഴിയുന്നതോടെ ആ ചെമ്പുപാത്രത്തിലെ ഭക്ഷണം തീരും. അങ്ങനെ അതുകൊണ്ട് ആ ബ്രാഹ്മണർക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സമയാസമയങ്ങളിൽ അവർക്ക് ഭക്ഷണം കിട്ടുകയും അവരെല്ലാം സന്തുഷ്ടരായി യുധിഷ്ഠിരന്റെയും പാണ്ഡവരുടെയും അഭ്യുദയക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടൊപ്പം വനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു. പാണ്ഡവരെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് ധൃതരാഷ്ട്രർക്ക് വീണ്ടും ചിന്താവിഷ്ടനായി. എന്തുകൊണ്ടാണ് ഞാനിനി എങ്ങനെയാണ് ഈ ജനങ്ങളെ തന്നെ അവരെ പ്രീതിയോടുകൂടി കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയൊന്നും ധൃതരാഷ്ട്രർക്ക് യാതൊരു ഊഹവുമില്ല. അദ്ദേഹം വീണ്ടും വിതുരരെ വിളിച്ചു വരുത്തി. വിതുരരോട് പറഞ്ഞു, നീ ജ്ഞാനിയാണ്, പാണ്ഡവരെയും കൗരവരെയും നീ ഒരുപോലെ സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് നീ തന്നെ എനിക്കൊരു ഉപായം പറഞ്ഞു തരൂ. അനുജ, നീ വളരെ വേദ പണ്ഡിതനാണ്, അപ്പൊ അങ്ങനെയുള്ള നിനക്ക് ധർമാധർമ്മങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ട്, അതുകൊണ്ട് നീ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയൂ എന്ന് ചോദിക്കുന്നു. അപ്പൊ വീണ്ടും വിതുരര് പറയുന്നത് ഇത് തന്നെയാണ്. ജ്യേഷ്ഠ, ധർമ്മവും നീതിയും അനുസരിച്ച് പെരുമാറിയിരുന്ന പാണ്ഡവരെ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് അവരെ അപമാനിതരാക്കി, പരാജയപ്പെടുത്തി അപമാനിതരാക്കിയാണ് അങ്ങ് അവരെ വനവാസത്തിന് വേണ്ടി വിട്ടത്. ഇനി അപ്പൊ ധൃതരാഷ്ട്രർ പറയുന്നു, അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു വിളിക്കാം, ഇല്ലെങ്കിൽ അവര് കൂടുതൽ ശക്തന്മാരായി തിരിച്ചു വരും, അവരെല്ലാം വളരെ മിടുക്കന്മാരും മഹാരഥന്മാരുമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അവരെ എങ്ങനെയെങ്കിലും തിരിച്ച് വിളിച്ചു കൊണ്ടുവരൂ എന്ന് വിതുരരോട് വീണ്ടും ധൃതരാഷ്ട്രർ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് വിതുരർ വനത്തിലേക്ക് പാണ്ഡവരെ അന്വേഷിച്ച് പോകുന്നു. പാണ്ഡവരെ വനത്തിൽ വെച്ച് കാണുന്ന വിതുരരെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി, അവരുടെ ഇളയച്ചനാണല്ലോ, അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അദ്ദേഹം യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നതാണ്. സഹോദരന്മാരുമായി വളരെ സ്നേഹത്തോടുകൂടി അവരുടെ ഹിതങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ. അവിടെ ധൃതരാഷ്ട്രർ, അതായത് എൻ്റെ ജ്യേഷ്ഠൻ വളരെ ദുഃഖിതനാണ്, എങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ ഒരിക്കലും വൈരം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് വിതുരർ തിരിച്ചു പോകുന്നു. വിതുരർക്കറിയാം ഒരിക്കലും പാണ്ഡവര് തിരിച്ച് ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് ചെല്ലില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കി വിതുരർ തിരിച്ച് പോകുന്നു. അപ്പൊ വിതുരർ തിരിച്ച് ധൃതരാഷ്ട്രന്റെ അടുത്ത് എത്തി എന്ന് മനസ്സിലാക്കിയ ദുര്യോധനന് വീണ്ടും ദേഷ്യം തുടങ്ങി. ദുര്യോധനൻ പറഞ്ഞു, ഇയാള് വല്ലാത്ത സാധനമാണ്, ഇയാളെ രണ്ടു കൂട്ടരെ, അതായത് എൻ്റെ പിതാവിനെയും പാണ്ഡവരെയും തമ്മിൽ വീണ്ടും അടുപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ വീണ്ടും അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ ചെന്ന് പാണ്ഡവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുവാൻ എൻ്റെ പിതാവ് ആവശ്യപ്പെടും. അതുകൊണ്ട് ഈ വിതുരരുടെ സംസാരത്തിൽ എൻ്റെ പിതാവായ ധൃതരാഷ്ട്രർ ഒരിക്കലും വീണു പോകരുത്, അതിനി എന്താണ് ഒരു വഴി എന്ന് ദുര്യോധനൻ ആലോചിക്കുന്നു. ദുര്യോധനോടൊപ്പം ശകുനി, കർണൻ, ദുശാസനൻ ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും കൂടെ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു. അവരത് ആലോചിച്ചതിന് ശേഷം കർണൻ പറയുന്നു, ഇപ്പം വനത്തിലധികം ആൾക്കാരൊന്നുമില്ല, അപ്പോ നമ്മളെല്ലാം ആയുധങ്ങളും ഇട്ട് പടച്ചട്ടയണിഞ്ഞ് നേരെ വനത്തിൽ പോകുന്നു, പോയിട്ട് പാണ്ഡവരെ നമുക്കങ്ങ് വധിക്കാം. അപ്പൊ അവിടെ വെച്ച് അവരെ വധിക്കുന്നത് കൊണ്ട് ആരും അറിയുകയില്ല, ഈ യുദ്ധമായിട്ടത് കണക്കാക്കാനുമില്ല. അപ്പൊ അത് ശരിയാണല്ലോ എന്ന് ദുര്യോധനനും വിചാരിക്കുന്നു. ആ സമയത്ത് ദുര്യോധനന്റെ ഈ ചിന്ത അങ്ങനെ എത്രയും എളുപ്പം നടത്തണം എന്നുള്ള അവസരത്തില് അവിടെ വ്യാസമുനി എത്തുന്നു. ധൃതരാഷ്ട്രന്റെ പിതാവാണ് വ്യാസമുനി, ദുര്യോധനന്റെ പിതാമഹനാണ്, മുത്തച്ഛനാണ്, പാണ്ഡവരുടെയും മുത്തച്ഛനാണ്.
അപ്പോ വ്യാസമുനി അവിടെ എത്തിയിട്ട് ധൃതരാഷ്ട്രരോട് പറയുന്നു, എങ്ങനെയെങ്കിലും നിന്റെ മകനെ തടയണം. ഒരു കാരണവശാലും പാണ്ഡവരെ വധിക്കാനായിട്ട് വനത്തിലേക്ക് പോകാൻ പാടില്ല. അത് ധർമ്മമല്ല, അത് ഒരിക്കലും നടക്കാത്ത കാര്യവുമാണ്. ഇവര് പോയാൽ ഇവരുടെ നാശമേ നടക്കുകയുള്ളൂ, ഒരിക്കലും പാണ്ഡവരെ വധിക്കാൻ കഴിയില്ല. അത് എങ്ങനെയെങ്കിലും ധൃതരാഷ്ട്രർ മകനോട് സംസാരിച്ച് അവനെ തിരുത്തി പോകാൻ അനുവദിക്കരുത് എന്ന് പറയും. അപ്പോ ധൃതരാഷ്ട്രർ പറഞ്ഞു, പിതാവേ, ഞാൻ പറഞ്ഞാൽ അവര് കേൾക്കണമെന്നില്ല. അപ്പൊ വ്യാസൻ പറഞ്ഞു, ശരി, ഞാൻ ഒരാളിനെ പറഞ്ഞു വിടാം, അദ്ദേഹം ദുര്യോധനാദികളോട് സംസാരിക്കട്ടെ. അദ്ദേഹം സംസാരിക്കുമ്പോ ദുര്യോധനാദികൾ അത് അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹം ശപിക്കും. അപ്പോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് വ്യാസഭഗവാൻ അവിടുന്ന് പോയി. ധൃതരാഷ്ട്രർ അത് സമ്മതിച്ചു. ആ സമയത്താണ് വ്യാസഭഗവാൻ പറഞ്ഞയക്കുന്ന ആ മുനിശ്രേഷ്ഠൻ അവിടെ വരുന്നത്. അങ്ങനെ മൈത്രേയ മുനി അവിടെ വരും. അദ്ദേഹം പാണ്ഡവരെ കണ്ട് സംസാരിച്ചിട്ടാണ് ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം യഥോചിതം മൈത്രേയ മുനിയെ സ്വീകരിച്ചിരുത്തി. മൈത്രേയ മുനി ദുര്യോധനോട് സംസാരിക്കുന്നു. മൈത്രേയ മുനി ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് വളരെ ശാന്തതയോടുകൂടി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു പരിഹാസ ചിരിയോടെ തൻ്റെ തുടയിൽ താളമിട്ടുകൊണ്ട് ദുര്യോധനൻ അത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോ അത് മുനിക്ക് അത്ര രസിച്ചില്ല. മുനി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദുര്യോധനൻ അതൊരു നിസ്സാര മട്ടിൽ, അതായത് ഒരിക്കലും അത് മുനി പറഞ്ഞതുപോലെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഇരുന്നു. ആ സമയത്ത് മുനി അദ്ദേഹത്തെ ശപിക്കുന്നു. അപ്പൊ ഇങ്ങനെ തുടയിൽ താളമിട്ട് പുച്ഛച്ചിരിയോടെ ഇരിക്കുന്ന ദുര്യോധനോട് അവസാനം ഈ മുനി കയ്യിൽ ജലമെടുത്ത് ശപിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മൂഢ, നീ എന്നെ അനാദരിക്കുന്നു, എന്റെ വാക്കുകളെ അവഗണിക്കുന്നു. നിന്റെ തുട കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്റെ തുട അടിച്ച് പൊട്ടിക്കും. ഉടനെ തന്നെ ധൃതരാഷ്ട്രർ കരഞ്ഞുകൊണ്ട് മൈത്രേയ മുനിയോട് ശാപമോക്ഷം ചോദിക്കുന്നു. ഭഗവാനെ, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്, എൻ്റെ മകന്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയും. അപ്പൊ മൈത്രേയ മുനി പറഞ്ഞു, പാണ്ഡവരുമായി അനുരഞ്ജനത്തിൽ പോയാൽ, യുദ്ധം നടക്കാതിരുന്നാൽ ദുര്യോധനൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.